എൻ്റെ പേര് അഫ്നാൻ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ +1 വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പ്രധാനപ്പെട്ട ഹോബിയാണ് വായന. എൻ്റെ ഫേവറേറ്റ് റൈറ്റേഴ്സാണ് JK റോളിങ്ങും ഡാൻ ബ്രൗണും. ഇവരുടെ എല്ലാ പുസ്തകങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. വായിച്ചത് മാത്രമല്ല, അതുപോലെ എഴുതാനും കവിതകളും കഥകളും ഒക്കെ എഴുതാനും എനിക്കിഷ്ടമാണ്. ഞാൻ ഈ അടുത്ത് വായിച്ച പുസ്തകമാണ് അമേരിക്കൻ എഴുത്തുകാരിയായ ഹാർപ്പർ ലീയുടെ ടു കിൽ എ മോക്കിംഗ് ബേർഡ്. എൻ്റെ മനസ്സിനെ വളരെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു പുസ്തകമാണിത്. അമേരിക്കൻ സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികളിൽ ഒന്നാണ് ടു കിൽ എ മോക്കിംഗ് ബേർഡ്. ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന ഈ നോവലിന് ഹാർപ്പർ ലീ സീക്വലായി എഴുതിയ നോവലാണ് ഗോ സെറ്റ് എ വാച്ച്മാൻ. പുലിറ്റ്സർ പ്രൈസ് എന്ന ലോകപ്രസിദ്ധമായ അവാർഡും ഈ നോവലിനെ തേടിയെത്തിയിട്ടുണ്ട്. I took a deep breath. Well, in the first place, you never stopped to give me a chance to tell you my side of it. You just lit right into me. When Jem and I first, Atticus doesn't ever just listen to Jem's side of it. He hears mine too. And in the second place, you told me never to use words like that except in extreme provocation. And Francis provoked me enough to knock his block off. Uncle Jack scratched his head. What was your side of it, Scout? Francis called Atticus something, and I wasn't about to take it off him. What did Francis call him? A nigger lover, and I ain't even sure what it means. But the way Francis said it, tell you one thing right now, Uncle Jack, I swear before God, if I'll sit there and let him say something about Atticus. സ്കൗട്ട് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ജീൻ ലൂയിസ് ഫിഞ്ച് എന്ന ബാലികയുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഹാർപ്പർ ലീ ഈ നോവൽ വിവരിക്കുന്നത്. അമേരിക്കയുടെ തെക്ക് ഭാഗത്തുള്ള മെയ്കോം കൗണ്ടിയിലാണ് സ്കൗട്ടും അവളുടെ ജ്യേഷ്ഠൻ ജെമ്മും അച്ഛൻ ആറ്റിക്കസ് ഫിഞ്ചും താമസിക്കുന്നത്. സ്കൗട്ട് ചെറിയ കുട്ടിയായപ്പോൾ തന്നെ അവളുടെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് അവളുടെ അച്ഛൻ ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് സ്കൗട്ടിനെയും ജെമ്മിനെയും വളർത്തിയത്. He called Atticus that? Yes sir, and he did, and a lot more. Said Atticus would be the ruination of the family, and he let Jem and me run wild. From the look on Uncle Jack's face, I thought I was in for it again. When he said, "We'll see about this," I knew Francis was in for it. I have a good mood to go out there tonight. Please sir, just let it go, please. പ്രശസ്തനായൊരു വക്കീലും നല്ലൊരു പിതാവുമായിരുന്നു ആറ്റിക്കസ്. കുട്ടികളെ പേടിപ്പിച്ച് വരച്ച വരയിൽ നിർത്തി അവരുടെ ബഹുമാനം നേടാനൊന്നും ആറ്റിക്കസ് ശ്രമിച്ചില്ല. അദ്ദേഹം തൻ്റെ കുട്ടികളോട് ഒരു സുഹൃത്തിനെ പോലെ പെരുമാറി. അതുകൊണ്ട് തന്നെ സ്കൗട്ടും ജെമ്മും ഒരിക്കലും അവരുടെ അച്ഛനെ പിതാവെന്നോ ഫാദറിനോ ഒന്നും വിളിച്ചിട്ടില്ല. അവർ ആറ്റിക്കസ് എന്ന പേര് തന്നെ വിളിച്ചു. ആറ്റിക്കസ് തൻ്റെ കുട്ടികൾക്ക് നൽകുന്ന ഉപദേശമാണ് ഹാർപ്പർ ലീ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന നോവലിലൂടെ വായനക്കാർക്കും നൽകുന്ന സന്ദേശം. യു നെവർ റിയലി നോ എ മാൻ അൺടിൽ യു സ്റ്റാൻഡ് ഇൻ ഹിസ് ഷൂസ് ആൻഡ് വാക്ക് അറൗണ്ട് ഇൻ ദം. മറ്റുള്ളവരെ നമ്മൾ വളരെ പെട്ടെന്നാണല്ലോ വിലയിരുത്താറുള്ളത്. ഒന്നെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞത് കേട്ട്, അല്ലെങ്കിൽ 1-2 സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഹാർപ്പർ ലീയുടെ ടു കിൽ എ മോക്കിംഗ് ബേർഡും ഗോ സെറ്റ് എ വാച്ച്മാൻ എന്നീ 2 നോവലുകളും കൂട്ടുകാരെല്ലാവരും വായിക്കുമല്ലോ.